അങ്ങനെ നമ്മളെ ആ ഒരു രീതി നമ്മൾ ഇഷ്ടമാന്ന് ഇവർക്ക് ഇത്രയും ഇഷ്ടമാന്ന് പറയുന്നത് നമ്മൾ അന്നേരം മനസ്സിലാക്കുന്നത്. പുറത്തിലെ മലയാളികള് എന്തൊരു സ്നേഹമാണ് അവര് ആരുടെ ജാതിയോ മതമോ ഒരു ഒരുപാട് ആടെ ഇല്ലാന്ന് മനസ്സിലാക്കി ഒന്നുമില്ല. പ്രവാസികൾ ഭയങ്കര സംഭവമാണ്. ഭാഗ്യത്തിന് ഗൾഫിൽ രാജകീയമായിട്ട് പോകാൻ പറ്റിക്കഴിഞ്ഞാൽ ഓണ പരിപാടി ഭയങ്കര പരിപാടി ദുബായിൽ പോയി. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളവിടെ ഈ മലയാളികൾ ഭയങ്കര ഇഷ്ടം നമ്മളാ. നമ്മള് ചെറിയ മണ്ടത്തരം പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷാക്കിയിട്ട് ദുബായിൽ പോയിട്ട് ഞാൻ വന്നു. ഇപ്പൊ കുവൈറ്റ് ഷോപ്പ്. നമസ്കാരം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മുടെ സ്വന്തം ഉണ്ണിരാജ് ചേട്ടനെയാണ്. അപ്പൊ ചേട്ടാ സ്വാഗതം. എന്തുണ്ട് വിശേഷം? സുഖമായിട്ട് പോന്നേ. ഇപ്പൊ മെയ് മാസം കുറെ സിനിമ ഇറങ്ങുന്നുണ്ട്. ഞാനുണ്ട്. ഡബിൾ സന്തോഷം. ഓക്കെ, നമ്മളിപ്പോ ഈ ഒരു ഇഷ്ടരാഗം അല്ലേ സിനിമയുടെ പേര്? അതെ. അപ്പൊ അതിൽ എന്ത് ക്യാരക്ടറാ ചെയ്തേക്കുന്നത്? അതില് പിന്നെ ഒരു മനോഹര റബ്ബർ കർഷകന്റെ വേഷമാണ്. പിന്നെ ഒരു അച്ഛൻ്റെ വേഷമാണ്. ക്യാരക്ടർ ചാക്കോ എന്ന് പറയുന്നൊരു കഥാപാത്രമാണ്. അതായത് എൻ്റെ മോളാ നായിക ഈ പടത്തിലെ ശരിക്കും. അപ്പോൾ അങ്ങനെ എനിക്ക് നായികയോ ഭാര്യയോ ഒന്നും സാധാരണ സിനിമയിൽ അങ്ങനെ കിട്ടില്ല. എപ്പോഴും കാമുകയിലുണ്ടാവും. വേടാന്ന് നമുക്കറിയില്ല. സിനിമ കാണുമ്പോഴായിരിക്കും കാമുകി അവിടെ ഉണ്ടല്ലേ, അഖിലേഷ് ചേട്ടനെല്ലാം കാമുകി നമ്മ നേരിട്ട് കണ്ടിട്ടില്ല. ഭയങ്കര കാമുകനും. അങ്ങനെ അപ്പൊ ഇതിന് നല്ലൊരു കഥാപാത്രമാണ്. ഒരു നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ല, ഞാൻ കുറച്ച് തമാശയൊക്കെ ആണല്ലോ സിനിമയിൽ ചെയ്യല. അത് സീരിയസ് ആയ ഒരു കഥാപാത്രമാണ്. അതിൽ കുറെ ട്വിസ്റ്റും കാര്യങ്ങളിലായിട്ടുള്ള ഒരു സംഭവമാണ്. തീർച്ചയായും കോമഡി ഇല്ല. അയ്യോ ചേട്ടത്തെ ചിരിയില്ലാതെ സിനിമ എപ്പെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാച്ചിട്ട് നല്ല കാര്യമാണ്. അത് ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ. പിന്നെ അടുത്ത മൂവീസ് ഒക്കെ ഏതാണ്? ഇനി അടുത്ത സിനിമകൾ ഇപ്പോ പിന്നെ ഇറങ്ങിയത് വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം തന്നെ പടത്തിൽ ചെറിയ വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ രതീഷ് ബാലകൃഷ്ണന്റെ പടത്തിലുണ്ട്. പിന്നെ അതുപോലെ ഒരു കട്ടിൽ ഒരു മുറി ആ പടത്തിലുണ്ട്. പിന്നെ അങ്ങനെ കുണ്ടല പുരാണം എന്ന് പറഞ്ഞ ഇന്ദ്രൻസ് നായകനായ ഒരു പടമുണ്ട്. അതിൽ ത്രൂ ഔട്ട് ആയിട്ടുണ്ട് ആ ദിവസം. അത് 30 ഇറങ്ങുന്നത്. പിന്നെ വേറെയും കുറെ സിനിമകളിൽ ഇപ്പൊ വരുന്ന കുറച്ച് പടത്തിലൊക്കെ അഴിടൊക്കെ ആയിട്ട് ഞാനുണ്ട്. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുള്ള സമയം തന്നെയാണ്. തീർച്ചയായും നമ്മളെ സിനിമ ഒരു തിയേറ്ററിന് മുകളിൽ നമ്മളുണ്ടാവും, താഴെ ഞാൻ ഉണ്ടാവും. ചെറിയ വേഷാണെങ്കിലും അങ്ങനെ ആടിടൊക്കെ ഉണ്ടാവും. മറിമായം ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട് അതെങ്ങനെയുണ്ട്? അത് നല്ലതാണ്. എപ്പോഴും ഒരു മാസം ഒരു 10 ദിവസം ഉണ്ടാവും. പഞ്ചായത്ത് ചട്ടി ഇറങ്ങാൻ അടുത്ത മാസം ഉണ്ടാവും. അതെല്ലാം സെറ്റായി. അതിന്റെ ഒരു നല്ല രസമില്ല വേഷം ചെയ്തിട്ടുണ്ട്. കുടുംബ സിനിമ കോമഡിയാണ്. രസമുള്ള ക്യാരക്ടറാണ്. നമ്മൾ ഇതുവരെ ചെയ്യാൻ ആഗ്രഹിച്ച ഒരു ക്യാരക്ടർ ഉണ്ട്. അങ്ങനെ തമാശയാണ്. പക്ഷെ നല്ല രസമില്ല. നല്ല തീമല്ലേ. അവര് നല്ല സിനിമ തന്നെയാണ് പഞ്ചായത്ത് ചെട്ടി. കുടുംബ സിനിമ. പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? വേറെ വെച്ചാല് ഇപ്പൊ കലോത്സവം പഠിപ്പിക്കാൻ പറ്റുന്നില്ല. അതാണല്ലോ നമ്മള് വർഷങ്ങളായിട്ട് 10-20 കൊല്ലം ഈ കലോത്സവവും നാടകവും പരിപാടിയില്ല. സിനിമയായാലും ടെലിവിഷൻ എന്തായാലും സജീവമായിട്ട് ഉണ്ട്. എന്തെങ്കിലും ഉണ്ടാവും. ഒരു ദിവസം ആരെങ്കിലും വിളിച്ചോണ്ട് പോലെ പരസ്യം അങ്ങനെ പോവും. എത്ര പോകുന്നുണ്ടല്ല, ഇപ്പൊ ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അത്ര തന്നെ. അത് വേറെ സന്തോഷമാണ്. കലാകാരൻ എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഒരു ഫീൽഡിൽ ആക്റ്റീവ് ആയിട്ട് ഇരിക്കാന്നുള്ളതാണ് വലിയ കാര്യം. പിന്നെ അങ്ങേ അറ്റത്തില്ലല്ലേ. നമ്മൾ ആടെ വരുമ്പോ മാത്രല്ല ഇങ്ങോട്ടാണ് കൂടുതൽ അഭിനയിക്കുക. അതൊരു ഭാഗ്യമായിട്ട് കാണുന്നത്. നമ്മൾ ആടെ മാത്രം അഭിനയിക്കുന്നല്ലോ. നമ്മൾ പല സിനിമയും ഇപ്പൊ കോട്ടയത്താണ് വേറെ പടം ചെയ്യാൻ വേണ്ടി പോയി, സ്വർഗം എന്ന് പറഞ്ഞ പടം. അതേരെ 2 ദിവസം കഴിഞ്ഞാണ് ഇങ്ങോട്ട് കാസർഗോഡ് അറ്റത്ത് ഷേണിയും പോയി ചെയ്തു. അതും ഇത് മാറി ചെയ്യാനൊക്കെ പറ്റി. അതിൻ്റെ നടുവിൽ എറണാകുളം ഇറങ്ങിയിട്ട് ഈ സീരിയൽ സംഭവം ചെയ്തു. അങ്ങനെ കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടാവും. അതാണ് വേറെ സന്തോഷം. കലാകാരന് എന്നും ഊർജം എന്ന് പറഞ്ഞാല് അവന് വർക്കില്ല ഒരു സമയം തന്നെയാണ്. അതില്ലാണ്ടൊക്കെ ഭയങ്കര വിഷമം ഉണ്ടാവില്ലേ. കുഴപ്പമില്ല, അങ്ങനെ പോകും. ഈ ഫ്ലഡും കൊറോണ ഒക്കെ വന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? കൊറോണ സമയത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അവസ്ഥയായി പോയി. കാരണം ഇങ്ങനെ ഒരു വല്ലാത്തൊരു ആള് നിന്നോയില്ലേ. എല്ലാം ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ ഒരു അടി കിട്ടിയ ഒരു സമയമായിരുന്നു. തീർച്ചയായും. പിന്നെ കലാകാരൻ എപ്പോഴും അവരുടെ യാത്രയും അവന്റെ കാര്യങ്ങള് വേദിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്പേസും ആണ് അവന്റെ ഏറ്റവും ഭക്ഷണം പോലെ തന്നെയാണ് അത്, അല്ലേ? അത് എവിടെയെങ്കിലും വേദി വേണം. അവര് നമ്മൾ നാടക പ്രവർത്തകരാണ്. നാടകം ചെയ്യുമ്പം നമുക്ക് ഭയങ്കര സംതൃപ്തിയാണ്.
അങ്ങനെയൊക്കെയാണ് സംഭവം. യാദൃശ്യമായിട്ട് വന്ന ഒരാളല്ലേ, എങ്ങനെ പ്രതീക്ഷിക്കാണ്ട് ഷൂട്ടിംഗ് പോലും കാണാൻ പോയിട്ടാ. പിന്നെ ഒരു ദിവസം സുഹൃത്ത് പറഞ്ഞു നമുക്ക് മറിമായത്തെ ചെറിയ വേഷം ചെയ്യാറുണ്ട്, അങ്ങനെ പോകുന്ന. ഞാൻ ഈ കാസർഗോഡ് നിന്ന് എറണാകുളത്തേക്ക് വരാമല്ലോ, അങ്ങനെ രസമല്ലേ എന്ന് പറഞ്ഞിട്ട് വന്നതാ. ചെറിയൊരു വേഷം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച വേഷമല്ല, ഞാൻ ഒരു രസത്തിന് വരാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവൻ പറഞ്ഞു ചെയ്തു. അവൻ പോയി. അയാളെ ഡയറക്ടർ അവിടെ ഇരിക്കുന്നുണ്ട്, ആദ്യം ഒരു 10 വർഷം മുമ്പേ അത്. അപ്പോൾ എല്ലാം മറിമായത്തിലെ വലിയ ആർട്ടിസ്റ്റ്, അവരെ കൂടെ അവരൊക്കെ ഞാൻ മുമ്പേ ടി വിയിലെ കണ്ടിട്ടുണ്ട്, എന്നെ അറിയില്ലായിരിക്കും. സ്റ്റാർട്ടിങ് എന്താണ് ക്യാമറ കാണുന്നത് സമയം. അപ്പോൾ പറഞ്ഞു അവിടെ പോയിട്ടൊരു ബസ്, ഈ വിളിച്ചു പറയല്ലേ ബസ്സിൽ. അപ്പോൾ അവിടെ പോയി യാത്രക്കാരനാണ്, ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് ചോദിച്ചു വന്നു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ചോദിക്കാൻ പറഞ്ഞിട്ട് ഞാനൊരു ലുങ്കി ഒരു ഷർട്ടിൽ നിന്ന് മാടിക്കെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ സമയത്ത് അവിടെ ഒരു ഇള മറ്റേ ആർട്ടില്ലേ അവിടെ ഒരു വലിയ ചാക്കും കെട്ട് തന്ന് തലമ വെച്ച് തന്ന്. ഞാൻ ചെന്നത് സാധനം ഇതൊരു പഴത്തിൻ്റെ പൊടിയാണ് എന്നുള്ളത്. ആ യാത്രക്കാരനതൊക്കെ വേണം. ഓ യെസ് അത് ഞാൻ കൊണ്ടാണ്. സിങ് സൗണ്ടാണല്ലോ സ്പോട്ട് ഡബിങ്. അപ്പോൾ വരുമ്പം ആക്ഷൻ പറയുമ്പോൾ അപ്പം വന്നോളാം, ഏതെങ്കിലും സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞാൽ വിട്ടോളാം, വേറെ ഒന്നും ചോദിക്കണ്ട എന്നോട് വന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ നേരത്തെ വിട്ടോളാം പറഞ്ഞു. അല്ല ആവില്ല, പറഞ്ഞിട്ടേ പോകേണ്ടി പറഞ്ഞു. അപ്പോൾ സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് എല്ലാം പറഞ്ഞു. അപ്പം നിയാസ് ബക്കറാണ് കൗണ്ടറിൽ മറ്റേ ഇത് എന്ന് പറഞ്ഞിട്ട് അരൂരിൽ പോകുന്ന ബസ് 10:30 പുറപ്പെടുന്നു എല്ലാം വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാത്രക്കാരെ ശ്രദ്ധിക്കുക എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മെല്ലെ വന്നു, അടുത്തെത്തിയിട്ട് ഞാൻ അവിടെ എവിടെയാണ് പോകേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനക്കൊന്ന് പെട്ടെന്ന് തൊണ്ട വെള്ളം ഇറങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നില്ല പറയാം. ഫസ്റ്റ് എന്താ പറയണ്ടല്ലേ, സ്പോട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ ഇട്ട് നോക്കുന്നു. പിന്നെ എവിടെയാണ് പോകേണ്ടത്, വേടെടുക്ക ബന്തെടുക്ക കൊടുക്കാൻ സ്ഥലത്തില്ല. ബസ് അങ്ങോട്ട് കായ്ക്കോല മുകളിൽ കയറ്റി സീറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് കട്ട് എല്ലാം മൊത്തം കട്ടാക്കി. അതെന്ത് സംഭവം എന്നറിയാം, നമ്മുടെ നാട്ടിലെ സ്ഥലമാണ് ഈ സ്ഥലമല്ലോ. വേടെടുക്ക ബന്തെടുക്ക നമ്മുടെ നാട്ടിലെ സ്ഥലമല്ലേ കാസർഗോഡിൻ്റെ. കായ്ക്കൊല പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ പഴത്തിൻ്റെ കൊല കായ്ന്ന് അങ്ങനെയൊക്കെ കുറേ ഭാഷയിൽ കുറേ സംഭവമുണ്ട്. ഇതന്ന് ഭാഷ വേണ്ട പറഞ്ഞാൽ, പക്ഷെ അവർ പറഞ്ഞു ആയിക്കോട്ടെ എന്നെല്ലാം പറഞ്ഞ് റെഡിയായി. പിന്നെ ആൾക്കാർ ഇഷ്ടമായിട്ട് വിളിക്കാൻ തുടങ്ങി. ഈ മനോരമ അതിൽ കമൻ്റൊക്കെ വരാണ് ഈ യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ. അങ്ങനെ സ്ഥിരമാക്കി. അങ്ങനെ ചെറിയൊരു വേഷം ഉണ്ണി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ആണെന്നാണ് ഒരുപക്ഷെ നമ്മളൊരു എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ഊർജ്ജം കിട്ടിയതും ആണ് മനോരമയിൽ തന്നെയാണ്. പിന്നെ തുണ്ടി മുതുക് സാക്ഷിയാണ് സിനിമ ആദ്യത്തെ. പിന്നെ മോഹൻ സാറിൻ്റെ പടം, മോഹൻ സാറിൻ്റെ അരവിന്ദനദികൾ, കായംകുളം കൊച്ചുട്ട്, അങ്ങനെ കുറേ സിനിമകൾ ചെയ്യാൻ പറ്റി. ചെറിയ വേഷങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ കമൽ സാറിൻ്റെ പ്രണയമീനോട് കടൽ മുഴുന്നില വേഷം ചെയ്യാൻ പറ്റി. പിന്നെ അത് അദ്ദേഹത്തിന് പുതിയ പടവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 10-60 പടം ചെറുതും എല്ലായിട്ടും ഇപ്പം 3-4 പടമുണ്ട്. എന്തായാലും രണ്ടും ടെലി ചെയ്യുന്നുണ്ട്, സിനിമയും ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിക്കാതെ ഇങ്ങനെ വന്നാൽ ഞങ്ങൾ അറ്റത്തല്ലേ, നമ്മൾ പല കൂലിപ്പണി, നാടൻപണി, പെയിന്റിങ്, വാർപ്പ് തേപ്പ് അതെല്ലാം പറഞ്ഞ് പോകുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ സിനിമയും ചെയ്യാൻ പറ്റി. അല്ലെങ്കിൽ വലിയ നമ്മള് എന്താ പറയണ്ടേ, ഏടെയും ഒരു സ്ഥലവും ഒന്നും പോകാത്ത ആളാണ്. പിന്നെ ടൂറിനൊന്നും പോകാൻ പൈസയില്ല. അപ്പം വീട്ടിൽ ഏടെയും സ്കൂളിൽ ഏടെയും പോയിട്ടാ. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ 15-16 വയസ്സിൽ നമ്മൾ പണിക്കുകയാണ്. എന്താ വെച്ചാൽ പിന്നെ കോളേജിലാണ്, പ്രീ ഡിഗ്രി ആണ്. അന്ന് പൈസ വേണം, കോളേജിൽ പോകണം. കാരണം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ കിട്ടൂല്ലോ. ആ കോളേജ് കുറവല്ലേ, +2 ഇല്ല. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് കോളേജ് പഠിക്കണം. അന്ന് പ്രൈവറ്റ് പാര കോളേജ് വലിയ സംഭവത്തിൻ്റെ കാലമാണ്, 90 കാലഘട്ടം. പക്ഷെ നമുക്ക് അതിനൊന്നും ഇല്ല, വരുമാനം ഇല്ലാത്തതുകൊണ്ട് കൂലിപ്പണിക്ക് പോയി. ചെറിയ ബാലവേലയാണ്, 16-15 വയസ്സിൽ. അപ്പോൾ അങ്ങനെ അന്ന് വായൊന്നും അറിയില്ല. അപ്പം ആ ഒരു കാലത്തൂടെ സഞ്ചരിക്കാൻ പറ്റി. അത് അനുഭവങ്ങൾ ഉണ്ടായി. അനുഭവങ്ങൾ എന്ന് പറഞ്ഞല്ലേ നമ്മളെ ഏറ്റവും വലിയ ഗുരു. അത് കഴിഞ്ഞിട്ട് വേറെ ഇല്ലോ. അപ്പോൾ ഒരു എന്തെങ്കിലും പണിക്കോ എടുക്കണം എന്നല്ല, ആളെ കളക്കണം എന്ന് പറഞ്ഞാൽ കളിച്ചിടും, മൊത്തം കളിച്ചിട്ട് കൊടുക്കും. കിളക്കലിക്കോല്ലോ കൈക്കോട്ടുണ്ടോ, നമ്മൾ നാടൻ ഭാഷയാണ്. അതുവരെ എന്താ പെയിന്റ് അടിക്കുന്നത്, മൊത്തം പെയിന്റ് അടിച്ച് കൊടുക്കും. 18 എടുത്ത പണിയാണ് പെയിന്റിങ്. ഇനി ശവല് കോരണ ജില്ലി അല്ലെ കൊയ്യോ കൊത്തിയിടണ ഒന്നും പ്രശ്നമില്ല. അതിന് പ്രത്യേക ടെക്നോളജി ഒന്നും അല്ല. നമ്മളെ ഈ അനുഭവങ്ങളിൽ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതേറെ സന്തോഷം തരുന്നുണ്ട്. അതുപോലെ കലോത്സവ വേദികൾ പഠിപ്പിക്കുന്നുണ്ട്. നാടകമൊക്കെ ഒരുപാട് സ്റ്റേറ്റ് സമ്മാനം കിട്ടി. കലോത്സവ വേദികളൊന്നും പോകാൻ പറ്റിയില്ല, കാരണം അതിനും കൊടുക്കാനൊന്നും പൈസയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പോയില്ല. പിന്നെ ഓരോ യാത്രയും എൻ്റെ ഒരു ടൂറായിട്ട് തന്നെ കണക്കാക്കല്. കലോത്സവത്തിൽ പഠിപ്പിക്കാൻ പോലൊക്കെ എൻ്റെ യാത്ര ടൂർ തന്നെ. ഇപ്പം ഗൾഫിലൊക്കെ പോകാൻ പറ്റി, ദുബായ്, മറ്റേ ഖത്തറിൽ, ഇപ്പം കുവൈത്തിൽ ഈ മാസം പോകുന്നത്. അങ്ങനെ ഒരു ഭാഗ്യമല്ലേ, നമ്മൾ കലാകാരനായോണ്ടല്ലേ നമ്മൾ അല്ലെങ്കിൽ പണ്ട്
ഈ എന്നെ ദുബായിലേക്ക് ഞാൻ എവിടെയും പോയില്ല, അവരൊക്കെ ഒരു ടീമുണ്ട്, നമ്മളങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ എന്നോട് ദുബായിൽ നിന്ന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ദുബായിലേക്ക് ഗസ്റ്റ് ആയിട്ട് വരാൻ താല്പര്യമുണ്ടോ? ഞാൻ ഒരുപാട് താല്പര്യമുണ്ട്, ആരൊക്കെ വരാൻ വേണ്ട പറയോ. അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടോ ചോദിച്ചു. അവന് മനസ്സിലായി തോന്നി എനിക്കിതൊന്നും ഉണ്ടാവില്ല അത് വിളിക്കുന്നവർക്ക്. ഞാൻ പറഞ്ഞു പാസ്പോർട്ട്, പുതിയ പാസ്പോർട്ട് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇപ്പൊ എടുത്തോ? അല്ല 18 കൊല്ലം എടുത്തു വെച്ചിട്ടുണ്ട്. അതങ്ങനെ പുതിയതാണ്, എവിടെയും പോയിട്ടാ പിന്നെ പുതിയതല്ലേ, വെട്ടിയിലാണെ വെച്ചല്ലേ, ആര് വിളിക്കണ്ട്. അന്ന് വാർപ്പ് പെയിന്റിങ് ആയിട്ട് പോവാന്ന് വിചാരിച്ചാ, തേപ്പിന്റെ പണി അങ്ങനത്തെ കൊണ്ട, സിമെന്റ് എന്തെങ്കിലും പണിക്കൊരിടാം, ജീവിതം കുറച്ച് ജീവിക്കാൻ വേണ്ടിട്ട്. അതിനും എവിടെയും പോകാൻ ആരുമില്ല, ഗൾഫാറൊന്നുമില്ല, ഒന്നുമില്ലാത്ത സാധാരണ കുടുംബമല്ലേ. 10 കൊല്ലം ആകുമ്പോൾ പുതുക്കണം എന്ന് പറഞ്ഞു. എന്തോ ഭാഗ്യത്തിന് പുതുക്കിയും വെച്ചിന്. അതിൻ്റെ ഒരു കുറവുണ്ടാകത്ത് ഭാഗ്യത്തിന് ഗൾഫിൽ രാജകീയമായിട്ട് പോകാൻ പറ്റി. കഴിഞ്ഞ ഓണ പരിപാടി, ഭയങ്കര പരിപാടി, ദുബായിൽ പോയി. അങ്ങനെ ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മളവിടെ ഈ മലയാളികൾ ഭയങ്കര ഇഷ്ടം നമ്മളാ. നമ്മള് ചെറിയ മണ്ടത്തരം പറയുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ആഘോഷാക്കിയിട്ട് ദുബായിൽ പോയിട്ട് ഞാൻ വന്നു. ഇപ്പോൾ കുവൈറ്റ് ഷോ പോയി, അത് നമ്മുടെ ടീമിൻ്റെ കൂടെ തന്നെ പോയി. കുവൈറ്റിലും പോകുമ്പോൾ കുവൈറ്റ് മലയാളികളൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളും അവിടെ ഒരു വലിയ ആൾ നിറച്ച ആൾക്കാരാണ്. നമ്മളെ എൻട്രി എല്ലാം ഭയങ്കര വൈറലായിരുന്നു. ഒരു 1 മില്യൺ ആൾക്കാരാണ് ഒരു ദിവസം കൊണ്ട് കണ്ടത്. എൻ്റെ അടിച്ചു യൂട്യൂബിൽ നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ പറയുന്നില്ല, അങ്ങനെ നമ്മളെ ആ ഒരു രീതി നമ്മൾ ഇഷ്ടമാണെന്ന്, ഇവർക്ക് ഇത്രയും ഇഷ്ടമാണെന്ന് പറയുന്നത് നമ്മൾ അന്നേരം മനസ്സിലാക്കുന്നത്. പുറത്തിൻ്റെ മലയാളികൾ എന്തൊരു സ്നേഹമാണ് അവർ. ഒരു ജാതിയോ മതമോ ഒരു പരിപാടി അവിടെ ഇല്ലയെന്ന് മനസ്സിലാക്കി ഒന്നുമില്ല. പ്രവാസികൾ ഭയങ്കര സംഭവമാണ്. അവർ ഭയങ്കര നമ്മളെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ തന്നു വരുമ്പോൾ ഒന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം മതി വരുമ്പോൾ അതൊന്നും പറ്റില്ല. ഒരുപാട് സമ്മാനം പരിപാടിയൊക്കെ തന്ന് ഇനി ഇത് കേട്ടിട്ട് ഇനി വീണ്ടും സമ്മാനം തന്നോട്ടെ, സന്തോഷമല്ലോ, എന്ത് സമ്മാനം മേടിച്ചോളുന്നു. അങ്ങനെയൊക്കെയാണ് ലൈഫ്. ഇങ്ങനെ പോകുന്ന കുഴപ്പമില്ലാണ്ട് അതിൻ്റെ അപകടമൊക്കെ പറ്റി വലിയൊരു സംഭവം. പക്ഷെ അത് ജീവിതത്തേക്ക് തിരിച്ചു വരാൻ പറ്റി. ആ സമയത്ത് ചേട്ടൻ ആരെങ്കിലും സഹായിച്ചിരുന്നോ ആരെങ്കിലും? ആ ഒരു അപകടം ഭയങ്കര വിഷയമായിരുന്നു, വലിയ വിഷയമായിരുന്നു. കാരണം വെച്ചാല് അത് സ്പൈനൽ കൂടെ ഓപ്പറേഷൻ ചെയ്തല്ലേ. അപ്പോൾ അത് പിന്നെ ഒരു തമിഴ്നാട്ടിൽ നിന്ന് ഒരു പടം ചെയ്തു 35 ദിവസം. ഞാനിവിടെ അത്ര ദിവസം നിന്നിട്ടാ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. വരുന്ന സമയത്ത് ഒരു വീഴ്ച, ഒരു ഗേറ്റ് കഴിഞ്ഞ് വീണുപോയി. അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിന് എല്ലാം ഓക്കെയാണ്, സക്സസ്. ഇപ്പം ഓടിയും ചാടി പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടല്ലോ, അതൊന്നും അനങ്ങാൻ പറ്റാതെ ഒരു സംഭവം ഇല്ലാണ്ട് കിടന്നത്. കൈയൊന്നും വരില്ല, 2 കൈയും ഫിസിയോതെറാപ്പിയിലൂടെ സംഭവമായി. പിന്നെ എന്തോ ഡോക്ടർക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ഡോക്ടർ പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ എന്നോട് അപൂർവമാണ് ഈ അല്ലെങ്കിൽ കിടപ്പ് രോഗിയാവുന്നൊരു സംഭവം ഉണ്ടാവുമല്ലോ, അങ്ങനെ പറഞ്ഞത്. എന്തോ എൻ്റെ ഭാഗ്യത്തിന് അങ്ങനൊന്നും സംഭവിച്ചില്ല. കാരണം ഇനി ഒരുപാട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അല്ല, അപ്പൊ ആ സമയത്ത് ഈ ഇത് വർക്കിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ? ഒന്നുമില്ല, വീട്ടിൽ എങ്ങനെയായിരുന്നു? ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. അയ്യോ, നമുക്കൊന്നുമില്ലല്ലോ, സീറോ ബാലൻസ് അല്ലേ. ആരെങ്കിലും സഹായിച്ചിരുന്നോ? സഹായിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ മനോരമ സഹായിച്ചിരുന്നു. എൻ്റെ മനോരമ തന്നെയാണ് എൻ്റെ ഇത് കൊടുത്തത്. ഹോസ്പിറ്റലിൽ വലിയ ലക്ഷങ്ങൾ രൂപയായില്ലേ. കുറച്ച് ദിവസം നമ്മൾ കുട്ടികൾ മനോരമ സഹായിച്ചത്. പിന്നെ അങ്ങനെ വേറെ അങ്ങനെ ഞാൻ ആരും സഹായിക്കണ്ട, അപ്പോൾ എല്ലാവർക്കും ഓരോ ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ വീണാൽ നമ്മൾ കലാകാരൻ വീണ തന്നെയാണ്, അതൊരു സത്യമാണ്. നമ്മളില്ല സമയത്ത് മാത്രമാണ് ഞാൻ മനസ്സിലാക്കിയാൽ എനിക്കറിയില്ല. നമ്മൾ നേരെ നിന്നിട്ടും ക്യാമറക്ക് മുമ്പിൽ ആണെങ്കിലും അല്ലെങ്കിൽ നാടകം ആ സമയത്ത് നമുക്ക് എന്തോ ഇല്ലൂ എന്നുള്ളൊരു സത്യമാണ്. അത് ഞാൻ വീണപ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ്, എനിക്കത് തോന്നിയത്. അതുപോലെ നമ്മളെ നമ്മൾ നേരെ ഒരു കലാകാരനെ മാത്രം പ്രശ്നമാണത്. നേരെ നിന്നിടത്തോളം കാലാവണ ഇല്ല. കിടത്തത്തിലായ ആളെ തീർന്ന പണി. കിടത്തത്തിലാക്കല്ലേ എന്നില്ല, പ്രാർത്ഥനയില്ലോ. കാരണം ഇല്ല സമയത്ത് ഇല്ലോ, അല്ല സീറോ ആണ്. കലാകാരൻ സീറോ ആണ്. ഉണ്ടാകുമ്പോൾ ഓക്കെ, അവൻ എല്ലാവർക്കും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ ഏത് സംഘടന എല്ലാം അങ്ങനെ അത്രേ ഉള്ളൂ. ചേട്ടന്റെ ചെറിയ എന്തെങ്കിലും ഒരു കോമഡി വേണ്ടി വന്നു, എന്തെങ്കിലും ആക്ഷനും കട്ടിനായിട്ട് എന്തെങ്കിലും പറയും. ആക്ഷൻ ആക്ഷൻ കട്ട് ഞാൻ നിങ്ങളെ ആക്ഷൻ പറയോടെ ഞാൻ അത് പറ്റൂല. എന്തെങ്കിലും ചെറിയൊരു കോമഡി ചേട്ടൻ ചേട്ടന് ഇഷ്ടപ്പെട്ട ലൈഫില് ഇഷ്ടപ്പെട്ട ഒരു ചേട്ടൻ ഇത്ര നാൾ ചെയ്തതിന് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ചെറിയൊരു ഭാഗം മതി. ചെറിയ എന്താണിപ്പാ? ചെറുത് മതി, കുഞ്ഞു സംഭവം കുഞ്ഞ്. പിന്നെ എന്തെല്ലാം ഉണ്ടായിരുന്നു, പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ കിട്ടുന്നില്ല. ഏതെങ്കിലും സിനിമയിലെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സീക്വൻസ് അഭിനയിച്ച എന്തെങ്കിലും? സിനിമയിൽ അഖിലേഷ് ചേട്ടൻ, അതെ അഖിലേഷ് ചേട്ടനാണ് വാട്ടി വീണതും ചെറിയ സംഭവമില്ല. പിന്നെ
നാടകത്തിലായാലും മതി എന്തെങ്കിലും. അല്ല ഇപ്പൊ പിന്നെ ഇതില്ലേ എന്ന് പറയണത് നമ്മളെ പിന്നെ ഒരു ഇതിടക്കം ഒരു മറിമായത്തിന്റെ കോമഡി ഉണ്ട്. നടന്ന ഷൂട്ടിനിടയിൽ ഇപ്പൊ 2 ആഴ്ച മുമ്പേ ഒരു സംഭവം നമ്മള് അതിലൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് അഭിനയിക്കുകയായിരുന്നു ആ മറിമായത്തില്. സിനിമേന്റെ പ്രൊമോഷനായിട്ട് ബന്ധപ്പെട്ട ഇന്ന് നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതേ സംഭവം തന്നെ. മറിമായ ഇടയ്ക്ക് ചെയ്യല്ലോ. അപ്പോൾ ടൗണിൽ നിന്നാണ് ഷൂട്ട് ഉണ്ടായിരുന്നു, അരൂർ ടൗണിൽ നിന്ന്. അപ്പൊ ഞാൻ സൂപ്പർ സ്റ്റാറാ, ഞാനൊരു ട്രൗസർ മാത്രം ഇട്ടിട്ട് ഞാൻ അതിന്റെ പ്രൊമോഷന് ഭാഗമായിട്ട് വ്യത്യസ്തം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതാ. ഞാൻ ട്രൗസർ മാത്രം. എൻ്റെ അടുത്ത് 3-5 ആളും കർഷകരായിരുന്നു. ഞാൻ കർഷകനായിട്ട് അഭിനയിച്ച സിനിമ. അപ്പോൾ ഞാനാണ് നായകൻ. അപ്പോൾ ഞാൻ കുറെ കർഷകരെയും കൂട്ടിയിട്ട് എൻ്റെ പ്രൊമോഷൻ വന്ന എപ്പിസോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ പോകുന്ന ഒരാള് നമുക്കറിയില്ല, ടൗണിൽ ക്യാമറ ദൂരത്ത് വെച്ചല്ലേ, അതിനെ പോകുന്നവര് ഞാനിത് ശ്രദ്ധിക്കുന്നില്ലേ, ഞാനിത് ഇങ്ങനെ പറയാണ്. അപ്പൊ ആളെല്ലാം നോക്കുന്ന ടൗൺ എല്ലാവർക്കും അത്യാവശ്യം അറിയില്ല. അപ്പൊ ട്രൗസർ മാത്രം കുപ്പായൊന്നുമില്ല, ഒരു സംഭവമില്ല. സിനിമേനെ ഭയങ്കര സിനിമയാണ്. 2 മണി പറഞ്ഞ ഒരാള് വന്നു. ആ ക്യാമറമാനെ സംഭവം ആർക്കും അറിയില്ല, ബാക്കി ജൂനിയർ ആർട്ടിസ്റ്റാണ് നമ്മളെ പറഞ്ഞു കൊടുക്കലിട്ട് പോകുന്നത്. ഒരാൾ വന്ന് മുമ്പിൽ തന്നെ നോക്കി. ഞാനിത് മനസ്സിലായി ഇതേതോ ആളാത്. ഞാൻ ചെറുക്കൊട്ടെ പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അയാൾക്കൊരു ഉമ്മ കൊടുത്തു. അയാളത് ബോധം കെട്ടുപോയി. അയാളായി ഞെട്ടിട്ട് അയാളെ പോയി. ഞാൻ എൻ്റെ കോർഡിനേറ്റർ വെച്ചു, ഈ ഷൂട്ടിന് ആയിക്കോട്ടെ, എനിക്ക് ജീവിതത്തിൽ ഒരു ഉമ്മ കിട്ടിയിട്ടാണ് അയാളെ പറഞ്ഞത്. അയാൾ ആരും മൈൻഡ് ചെയ്യാത്ത ആളവര്, ഭയങ്കര പരുക്കനൊരാള്. അയാളെ ഉമ്മ നല്ലവനാണ് അവൻ, അവനൊക്കെ ഒരു ഉമ്മന്നില്ലേ, അവൻ നല്ലവൻ, അവൻ ആരിയത് അറിയാഞ്ഞില്ല. ഏതോ ഒരാളാ ഞാൻ കേട്ട ഈ എപ്പിസോഡിലുണ്ട്. പാവ മനുഷ്യൻ ആയിക്കോട്ടെ, അയാൾക്ക് സന്തോഷമായി. അയാൾക്ക് അങ്ങനെ ഞാനും കൊടുത്തല്ലോ ഒരു ഉമ്മ ഏലക്കാര് തന്നിട്ടെങ്കിലും. അത് ഭയങ്കര രസമായിട്ട് തോന്നി. ഇപ്പൊ അടുത്ത് നടന്ന സംഭവം. അങ്ങനെ ചില ഒരുപാട് നർമ്മങ്ങള് ഷൂട്ട് സമയത്ത് ഉണ്ടാവും. വിചാരിക്കാതെ നമ്മളെ തന്നെ നല്ല ടീമല്ല, കുടുംബമാണ്, നമ്മളെന്നും സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അവരോടൊക്കെ ഒരുപാട് സംഭവം സിനിമയിലായാലും സംഭവം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഈ യാത്രയിൽ പലപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ അടക്കും നമ്മൾ ആടെ തന്നെ കൊടുക്കും. നമ്മൾ പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ കലോത്സവം പഠിപ്പിക്കാൻ പോകും. പാലക്കാടൊക്കെ ബെഞ്ചൊക്കെ അടുപ്പിച്ച് വെച്ച് നമ്മളെ റൂമൊന്നും തരില്ല. കുട്ടികളെ പഠിപ്പിക്കേണ്ട രാവിലെ, എന്നാലും നമുക്ക് റൂമൊന്നും ഉണ്ടാവില്ല. ബെഞ്ച് അത് പാലക്കാട് കാറ്റൊക്കെ ഇല്ലേ, ആടെ കടന്നിട്ട് പഠിപ്പിക്കുക. രാവിലെ എണീച്ച് ഫ്രഷായിട്ട് ആടെ പഠിപ്പിച്ച് സംസ്ഥാന സമ്മാനം മേടിച്ചു കൊടുക്കുമ്പോൾ അവർ നമുക്കൊരു വില തരും. അങ്ങനെയൊക്കെ സ്കൂളുണ്ട് ചില സ്കൂൾ. നമ്മൾ എല്ലാ സ്കൂളും പറയില്ല, നമ്മളെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. അങ്ങനെയല്ല, നമുക്ക് സ്റ്റേറ്റിൽ സമയം മോശമില്ല, പിറ്റേത്തെ നമുക്ക് താമസകരം തരും. അങ്ങനെ കുറേ കാണും. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ കലോത്സവ സമയത്ത് റൂമൊന്നും ഉണ്ടാവില്ല, എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മളതിന് ഈ സ്റ്റേഷനിൽ കിടന്നിട്ട് പോയിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ഞാൻ എൻ്റെ സുഹൃത്തും ഞാനെല്ലാം കൂടി അങ്ങനെയൊക്കെ ഒരു നല്ല കാര്യം. ഇന്ന് നമ്മൾ സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ വരും, അല്ലെ നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഫോട്ടോ എടുക്കും. അങ്ങനല്ല, നമുക്ക് ഏത് പറയുമ്പോൾ നമ്മൾ അറിയാം എന്നുള്ളത് സത്യമാണ്. ഏത് മലയാളികൾക്കും അത് ഒരു ഭാഗ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വലിയ ദൈവം എന്നൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത്. വെച്ചാൽ അത് മറിമായ എന്ന് പറഞ്ഞ സ്പേസാണ്. കാരണം എന്നും ഇത് ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലുണ്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ അയാൾ അതുകൊണ്ടാണ്. അയാൾ വലിയ ആക്ടറായിട്ടൊന്നുമല്ല, അല്ല നമ്മൾ വലിയ നടനൊന്നുമല്ല. പക്ഷെ ഇതിങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് ആ പരിപാടി, അത് നമ്മൾ ഇഷ്ടമാണ്. അതിൽ അഭിനയിക്കുന്ന എല്ലാവരെയും പ്രേക്ഷകന് ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടപ്പെടുന്ന സന്തോഷമാണ് അല്ലേ. ഒരു യാത്രയിൽ കലാകാരൻ ഒരു ഊർജ്ജമാണത്. അപ്പോൾ സ്റ്റേറ്റ് അവാർഡ്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് വിശേഷങ്ങൾ ചേട്ടൻ പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഇഷ്ടരാഗം തിയേറ്ററിൽ പോയിട്ട് കാണണം പ്രിയപ്പെട്ട പ്രേക്ഷകർ. കാരണം നിങ്ങൾ സമയം കിട്ടുമ്പോൾ എന്തായാലും പോയി കാണണം. നിങ്ങൾക്കത് ഇഷ്ടരാഗം ഇഷ്ടപ്പെടും തന്നെയാണ് വിശ്വസിക്കുന്നത്. ജയൻ സാറിൻ്റെ പടം, അവരെ സുരേഷ് രാമന്തളിയും പിന്നെ അവരെ പ്രകാശ് നായരും കൂടി നിർമ്മിച്ചാണ്. ചന്ദ്രരാമൻ്റെ തിരക്കഥയാണ്. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, പുതിയ ആൾക്കാരുണ്ട്. ഞാനൊരു പിന്നെ വേഷം ചാക്കോ എന്ന് പറഞ്ഞൊരു കഥാപാത്രം ഞാൻ ചെയ്തത്, അത് ഒരു അച്ഛൻ്റെ വേഷമാണ്. അപ്പം ഒരു ക്രിസ്ത്യൻ ക്യാരക്ടറാണ്. എന്തായാലും സന്തോഷം, സ്നേഹം, നിങ്ങളുടെ എന്നും നിങ്ങളുടെ സപ്പോർട്ടിനാണ് നമ്മൾ ഏറ്റവും ഊർജ്ജം. താങ്ക് യു സോ മച്ച്.